മഴക്കാഴ്ചകൾ നിറയുന്ന മാങ്കുളത്തേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ പുത്തൻ പദ്ധതികൾ ഒരുക്കുകയാണ് വനം വകുപ്പ്. വെള്ളച്ചാട്ടങ്ങളും കാട്ടാറുകളും നിറയുന്ന പ്രദേശത്ത് മഴ ആസ്വദിച്ച് പ്രകൃതി അടുത്തറിയാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. പേര് മാങ്കുളം എന്നാണെങ്കിലും വനമാണ്, വന്യമായ കാഴ്ചകളാണ് ചുറ്റും. പച്ചപ്പിൽ മുങ്ങി നിൽക്കുന്ന കുന്നുകൾക്ക് നടുവിലെ ഒരു കൊച്ചു ഗ്രാമം. മഴ എന്തെന്നും മഴക്കാലം എന്തെന്നും അറിയണമെങ്കിൽ ഈ ഗ്രാമത്തിലെത്തണം. പച്ചപ്പിനെ വകഞ്ഞുമാറ്റി കുന്നിന് മുകളിൽ നിന്ന് കുതിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളെ എങ്ങും കാണാം. കലിതുള്ളി പെയ്യുന്ന മഴയും കലഹിച്ചു പോകുന്ന കാറ്റും വനത്തിനുള്ളിൽ നിറയുന്ന ഇരുളും പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തും. ഇത് അതേപടി ആസ്വദിക്കാനുള്ള അവസരമാണ് വനവകുപ്പ് ഒരുക്കുന്നത്. ഇവിടുത്തെ വനസംരക്ഷണ സമിതികളാണ് ഈ എല്ലാ പദ്ധതികളും ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് കൈനഗിരി വെള്ളച്ചാട്ടം. അവിടെ വെള്ളച്ചാട്ടം കാണാനും ട്രക്കിംഗ് നടത്താനുള്ള പരിപാടികൾ പദ്ധതികളുണ്ട്. അവിടുത്തെ വിരിപാറ VSS ആണ് നടത്തുന്നത്. പിന്നെ ഈ നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രക്കുത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് താളങ്കണ്ടം VSS ആണ്, ആദിവാസി VSS ആണ്. അപ്പോൾ അവരുടെ തന്നെ മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ എല്ലാ വർക്കുകളും, ഈ ഓരോ പണികളും ചെയ്തിരിക്കുന്ന അവർ തന്നെയാണ്. വിരിപാറയിലെ കൈനഗിരി വെള്ളച്ചാട്ടം, കാട്ടാനകൾ കൂട്ടമായി എത്തുന്ന ആനക്കുളം, അങ്ങനെ കാണാനഴകുള്ള കാഴ്ചകൾ നിരവധി. ഇൻഫർമേഷൻ സെന്ററും ഗാലറിയും മാങ്കുളത്തിന്റെ ചരിത്രവും പ്രകൃതി സമ്പത്തും അടുത്തറിയാൻ സഞ്ചാരികളെ സഹായിക്കും. കാടിനെ സംരക്ഷിച്ചു നിർത്തുന്ന ആദിവാസികളുടെ സംരക്ഷണവും പദ്ധതിയിലൂടെ വനവകുപ്പ് ഏറ്റെടുത്തു. 40-ലേറെ പേർക്കാണ് വിവിധ പദ്ധതികളിൽ ജോലി ലഭിച്ചത്. ആദിവാസി നൃത്തരൂപങ്ങൾ സന്ദർശകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഹെറിറ്റേജ് ഷെഡും മാങ്കുളത്ത് ഒരുക്കിയിട്ടുണ്ട്. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന മലയോര ഗ്രാമമായ മാങ്കുളത്തിന്റെ സമഗ്ര വികസനമാണ് വനവകുപ്പിന്റെ ലക്ഷ്യം. മനോരമ ന്യൂസ്, മാങ്കുളം.